നമസ്കാരം STV ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ അജയ് വിജയൻ. പ്രധാന വാർത്തകൾ. +1 സീറ്റ് പ്രതിസന്ധിയിൽ സമരം ശക്തമാക്കി KSU. സംസ്ഥാന വ്യാപകമായി വിദ്യാഭ്യാസ ബന്ദ്. തൃശൂർ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിലേക്ക് KSU നടത്തിയ മാർച്ചിൽ നേരിയ സംഘർഷം. ഓഫീസിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. ഷൊർണൂരിൽ വീണ്ടും കുടിവെള്ളം മുട്ടിച്ച് വാട്ടർ അതോറിറ്റി. പെരുമഴയത്ത് വീണ്ടും അറ്റകുറ്റപ്പണി. രൂക്ഷ വിമർശനവുമായി നഗരസഭാ ചെയർമാനും വിവിധ രാഷ്ട്രീയ പാർട്ടികളും. ജനങ്ങളുടെ ക്ഷമ പരീക്ഷിക്കരുതെന്ന് ഉദ്യോഗസ്ഥർക്ക് മുന്നറിയിപ്പ്. തൃശൂർ പുന്നയൂർക്കുളത്ത് റോഡിൽ രക്തം പരന്നു കിടക്കുന്നത് പരിഭ്രാന്തി പരത്തി. വടക്കേക്കുന്നത്ത് റോഡിൽ രക്തം കണ്ടത് രാവിലെ നടക്കാനിറങ്ങിയവർ. രക്തസാമ്പിൾ ശേഖരിച്ചതായും കൂടുതൽ പരിശോധന നടത്തുമെന്നും പോലീസ്. പ്രാഥമിക പരിശോധനയിൽ സമീപത്ത് അസ്വാഭാവികമായി ഒന്നും കണ്ടെത്താനായില്ല. തിരുവല്ലുവമല ചിക്കൻ സെന്റർ മോഷണം. ബംഗാൾ സ്വദേശി അറസ്റ്റിൽ. പയ്യന്നൂർ പോലീസിന്റെ പിടിയിലായത് ബംഗാൾ ഹുഗ്ലി സ്വദേശി 24 വയസ്സുള്ള സുദൻ ഹസ്ര. കനത്ത മഴ തുടരുന്നു. ലക്കിടി അകലൂരിൽ 8 അംഗ കുടുംബം താമസിക്കുന്ന വീട് പൂർണ്ണമായും തകർന്നു. വീട് നിലം പൊത്തിയത് ഇന്ന് പുലർച്ചെ. കുടുംബം രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. വാർത്തകൾ വിശദമായി. +1 സീറ്റ് പ്രതിസന്ധിയിൽ സമരം ശക്തമാക്കി KSU. സംസ്ഥാന വ്യാപകമായി ചൊവ്വാഴ്ച വിദ്യാഭ്യാസ ബന്ദ് ആചരിച്ചു. ജില്ലാ താലൂക്ക് കേന്ദ്രങ്ങളിൽ സമരക്കാർ വിപുലമായ പ്രതിഷേധ പരിപാടികളും സംഘടിപ്പിച്ചു. തൃശൂർ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിലേക്ക് KSU നടത്തിയ മാർച്ച് നേരിയ സംഘർഷത്തിൽ കലാശിച്ചു. +1 സീറ്റ് പ്രതിസന്ധിയിൽ സർക്കാരിന്റെ അനങ്ങാപ്പാറ നയം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ടാണ് സംസ്ഥാന വ്യാപകമായി KSU വിദ്യാഭ്യാസ ബന്ദ് ആചരിച്ചത്. സമരത്തോടനുബന്ധിച്ച് വിവിധ കേന്ദ്രങ്ങളിൽ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചു. തൃശൂർ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിലേക്ക് KSU നടത്തിയ മാർച്ച് നേരിയ സംഘർഷത്തിൽ കലാശിച്ചു. പോലീസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കി. ഓഫീസ് ഗേറ്റിൽ പോലീസ് നിലയുറപ്പിച്ചതോടെ മറുവശത്തെ ഗേറ്റിലൂടെയാണ് പ്രവർത്തകർ അകത്തു പ്രവേശിച്ചത്. ഓഫീസിനകത്തേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ചതാണ് നേരിയ സംഘർഷത്തിന് ഇടയാക്കിയത്. KSU ജില്ലാ പ്രസിഡന്റ് ഗോകുൽ ഗുരുവായൂരടക്കം 10ഓളം പേരെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. +1 സീറ്റ് പ്രതിസന്ധിയിൽ പരിഹാരമായില്ലെങ്കിൽ അനിശ്ചിതകാല സമരം തുടങ്ങാനുള്ള തീരുമാനത്തിലാണ് KSU. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഷൊർണൂരിൽ അറ്റകുറ്റപ്പണി നടത്തി മണിക്കൂറുകൾക്കകം വാട്ടർ അതോറിറ്റിയുടെ പ്രധാന പമ്പിംഗ് ലൈനിലെ CAD ജോയിന്റ് വീണ്ടും തകർന്നു. ഷൊർണൂർ പൊതുവാൾ ജംഗ്ഷനിലെ ജോയിന്റാണ് വീണ്ടും പൊട്ടിയത്. വാട്ടർ അതോറിറ്റിയുടെ അനാസ്ഥയെ സ്ഥലം സന്ദർശിച്ച ശേഷം നഗരസഭാ ചെയർമാനും BJP പ്രാദേശിക നേതാക്കളും രൂക്ഷമായി വിമർശിച്ചു. ഒരാഴ്ചയിലേറെ തകരാറിലായിരുന്ന CAD ജോയിന്റ് അറ്റകുറ്റപ്പണി നടത്തി തിങ്കളാഴ്ച വൈകുന്നേരമാണ് നഗരസഭാ പരിധിയിൽ കുടിവെള്ള വിതരണം പുനഃസ്ഥാപിച്ചത്. എന്നാൽ ചൊവ്വാഴ്ച രാവിലെ ജോയിന്റ് വീണ്ടും തകരുകയായിരുന്നു. ഇതോടെ വാട്ടർ അതോറിറ്റി തൊഴിലാളികൾ വീണ്ടും സ്ഥലത്തെത്തി ഇവിടെ കുത്തിപ്പൊളിക്കാൻ തുടങ്ങി. വിവരമറിഞ്ഞ സ്ഥലത്തെത്തിയ നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് വാട്ടർ അതോറിറ്റി അധികാരികളുടെ അനാസ്ഥയെ രൂക്ഷമായി വിമർശിച്ചു. പണി പൂർത്തിയാക്കി കൈയെടുക്കും മുമ്പ് ജോയിന്റ് തകർന്നത് വലിയ വീഴ്ചയാണെന്ന് ചെയർമാൻ ചൂണ്ടിക്കാട്ടി. പണി അറിയുന്നവരെ വേണം പ്രവൃത്തികൾ ഏൽപ്പിക്കാൻ. ഇത്തരം വീഴ്ചകൾ തുടർന്നാൽ വലിയ ജനകീയ പ്രതിഷേധം നേരിടേണ്ടി വരുമെന്നും അതിന് നഗരസഭ തന്നെ നേതൃത്വം നൽകുന്ന സാഹചര്യമുണ്ടാകുമെന്നും ചെയർമാൻ മുന്നറിയിപ്പ് നൽകി. അത് കഴിവുള്ള കരാറുകൾ എടുക്കട്ടെ. അവർക്ക് ചില സാങ്കേതിക വിദ്യകൾ അവരുടെ കയ്യിലുള്ളതുകൊണ്ട് ഇതെല്ലാം എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കും. അപ്പോൾ അടിയന്തരമായിട്ട് ഷൊർണൂരിൽ വാട്ടർ അതോറിറ്റി ചെയ്യേണ്ടത് പൈപ്പ് പൊട്ടിയാൽ നേരെയാക്കി അതിന് സംവിധാനമുള്ള കരാറുകാർ AMC എടുത്ത് ചെയ്യിപ്പിക്കാൻ ആവശ്യമായ നടപടി ഉടനടി വാട്ടർ അതോറിറ്റി സ്വീകരിക്കും. അതല്ലെങ്കിൽ ജനകീയമായിട്ടുള്ള പ്രക്ഷോഭങ്ങൾ നിങ്ങൾക്ക് വാട്ടർ അതോറിറ്റിക്ക് നേരിടേണ്ടി വരും. അതിൽ നഗരസഭ തന്നെ നേതൃത്വം കൊടുക്കുന്നൊരവസ്ഥ ഉണ്ടാകാതിരിക്കാൻ വാട്ടർ അതോറിറ്റിയിലെ ഉന്നത ഉദ്യോഗസ്ഥന്മാർ വളരെ അടിയന്തരമായിട്ട് ശ്രദ്ധിച്ചു പോകണം എന്നാണ് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കാൻ. BJP നേതാക്കളും വിവരമറിഞ്ഞ സ്ഥലത്തെത്തിയിരുന്നു. നിലവിലെ കരാറുകാരനെ അടിയന്തരമായി മാറ്റണമെന്നും ജനങ്ങൾ നേരിടുന്ന കുടിവെള്ള പ്രതിസന്ധിക്ക് സത്വര പരിഹാരം കാണണമെന്നും BJP ജില്ലാ സെൽ കോർഡിനേറ്റർ MP സതീഷ് കുമാർ ആവശ്യപ്പെട്ടു. അത് ഇത്ര വലിയ പൈപ്പ് പൊട്ടിയിട്ട് അത് വെൽഡ് ചെയ്യാനും അതിൻ്റെ സംവിധാനം നടത്താനുള്ള ഒരു സംവിധാനവും ഇല്ലാത്തൊരു കോൺട്രാക്ടറാണ്. ഇന്നലെ അതിൻ്റെ ആ ഒരു മെറ്റീരിയൽ എവിടുന്നോ ഉണ്ടാക്കി കൊടുത്തിട്ട് കിട്ടിയതാണ് വീണ്ടും അത് പൊട്ടിയത്. അപ്പോൾ സാധാരണക്കാരായ പ്രദേശത്തുള്ള ആളുകളെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലേക്ക് വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർ മാറിയിരിക്കുന്നു, പ്രത്യേകിച്ച് ഷൊർണൂരിൽ. ഈ പൈപ്പ് പണി നടക്കുന്ന സമയത്ത് പോലും
അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ നിന്ന് വേണ്ട നിർദ്ദേശം കൊടുക്കാൻ തയ്യാറായിട്ടില്ല. അവർ സ്വന്തം ഇഷ്ടപ്രകാരം മൂടി തിരിച്ചുപോയി, രാത്രി വീണ്ടും പൊട്ടി. അപ്പോൾ ഇത്തരം നിരുത്തരവാദപരമായ സമീപനമാണ് വാട്ടർ അതോറിറ്റിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നതെങ്കിൽ ഞങ്ങൾ ഇന്നത് വെള്ളത്തിൻ്റെ വിഷയമല്ലേ, അതായിക്കോട്ടെ, AXCയോടെ വന്നു. ഞങ്ങൾ AXCയോട് വളരെ സൗമ്യമായിട്ടാണ് ഇടപെട്ടിരിക്കുന്നത്. അതല്ല, ഇത് വലിയ രീതിയിലേക്ക് ഇത്രയും തോന്നിവാസമാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ വലിയ പ്രത്യാഘാതം AXC ഇതിൻ്റെ ഭാഗമായിട്ട് നേരിടേണ്ടി വരും. BJP കൗൺസിലർമാരായ EP നന്ദകുമാർ, K പ്രസാദ് എന്നിവരും ഒപ്പമുണ്ടായിരുന്നു. CPM ഷൊർണൂർ ലോക്കൽ സെക്രട്ടറി ND ദിൻഷാദ്, CPI ലോക്കൽ സെക്രട്ടറി KC സോമൻ എന്നിവരും സ്ഥലത്തെത്തി പ്രതിഷേധമറിയിച്ചു. പ്രദേശത്തെ ഓട്ടോ തൊഴിലാളികളും വാട്ടർ അതോറിറ്റി അനാസ്ഥയെ വിമർശിച്ച് രംഗത്തു വന്നു. നിലവിലെ കോൺട്രാക്ടർ തന്നെ പ്രവൃത്തി നടത്തുകയാണെങ്കിൽ പ്രവൃത്തി തടയുമെന്ന് ഓട്ടോ ഡ്രൈവർമാർ പറഞ്ഞു. 1.5 അടി താഴ്ചയിലാണ് മെയിൻ ലൈൻ ഉള്ളത്. ഇവിടെ വീണ്ടും വെട്ടിപ്പൊളിച്ച് കുഴിയാക്കുന്നത് വാഹന ഗതാഗതത്തിന് ഭീഷണിയാണെന്ന് ഡ്രൈവർമാർ ചൂണ്ടിക്കാട്ടി. ഇപ്പോൾ അതിന് മുന്നേ ആ സൈഡ് പൊട്ടിയിട്ടുണ്ടായിരുന്നു. അത് ഇയാൾ നേരാക്കിയിട്ട് നേരാവാണ്ട് ഇവർ വാട്ടർ അതോറിറ്റിക്കാർ വേറെ ആൾക്കാരെ കൊണ്ടിട്ടാണ് അത് നേരാക്കിയത്. ഇങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ എങ്ങനെ ശരിയാവുക? ഇപ്പോൾ ഈ കോൺട്രാക്ടറിനെ കൊണ്ട് തന്നെ അത് ചെയ്യിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളത് തടുക്കാനുള്ള ഇതാണ്. ഇങ്ങനെ ഒരു ഇത് ചെയ്തിട്ട് കാര്യമില്ല. 2 ദിവസത്തിന് 3 ദിവസത്തിന് വേണ്ടി പൈപ്പ് നേരാക്കി തന്ന കാര്യമുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ഇത് മൂപ്പരെന്നെ സ്വീകരിച്ചെങ്കിൽ ഞങ്ങൾ തടുക്കാനുള്ള ഇതാണ്. ഞങ്ങളിപ്പോൾ ഈ ഓട്ടോക്കാർക്ക് ഇതുപോലെ ഈ ടേണിങ്ങിലാണ് ഈ സംഭവം. എത്ര വണ്ടികൾ ആക്സിഡൻറ്റും കാര്യങ്ങളും നടക്കുന്നുണ്ട്. ഇപ്പോൾ മിഞ്ഞാന്ന് നേരേക്ക് പോയ പാടെ തന്നെ ഇന്നലെ ഒരു ബൈക്കാരെ അവിടെ വെയിറ്റ് കൊടുക്കും. ചളിയ റോഡ് നടത്തി കളിയായിട്ട് വെയിറ്റ് കൊടുക്കും. ഇങ്ങനെയൊക്കെ ആകുമ്പോൾ എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്. വണ്ടിക്കാർക്കായാലും എല്ലാവർക്കും കുടിവെള്ളമൊക്കെ ഈ വെള്ളം ഇതാക്കിയിട്ട് നിൽക്കുന്ന ആൾക്കാർ കുറേ ആൾക്കാരുണ്ട്. ഈ വെള്ളം കുടിക്കാൻ വേണ്ടി ഇനിയിപ്പോൾ ഇതിപ്പോൾ എത്ര ദിവസം അത് ബ്ലോക്ക് ആക്കാന്ന് പറയാൻ പറ്റില്ല വെള്ളത്തിൻ്റെ. ന്യൂസ് സെന്റർ, ഷൊർണൂർ. അകലൂരിൽ കനത്ത മഴയിൽ 8 അംഗ കുടുംബം താമസിക്കുന്ന വീട് പൂർണ്ണമായും തകർന്നു. ചൊവ്വാഴ്ച പുലർച്ചെയാണ് വീട് നിലം പൊത്തിയത്. തലനാരിഴയ്ക്കാണ് കുടുംബം രക്ഷപ്പെട്ടത്. ലക്കിടിപ്പേരൂർ ഗ്രാമപഞ്ചായത്തിലെ അകലൂർ ലക്ഷ്യം വീട് കോളനിയിൽ അബ്ദുൾ ഹക്കീമും ഭാര്യ സുബൈദയും ഉമ്മ നബീസയും മക്കളും പേരക്കുട്ടികളും താമസിക്കുന്ന ലക്ഷ്യം വീടാണ് തകർന്ന് നിലം പൊത്തിയത്. ഏകദേശം 50 വർഷത്തോളം പഴക്കമുള്ള വീടാണിത്. പട്ടിയും കിഴക്കൂലും അകന്നകന്ന് പോകണമെന്ന് ആ സമയത്ത് എൻ്റെ ഉമ്മാനെ കൊടുത്തിട്ട് എൻ്റെ വീട്ടിൽ കൊടുത്തിട്ട് ഇവരൊക്കെ പുറത്തേക്ക് വന്നു. ആ സമയത്ത് 3:30 മണിക്കാണ് പോകുന്നത്. നല്ല ഉറക്ക സമയം. ആ സമയത്ത് ഇത് ഈ വീട് കയറ്റി കഴിഞ്ഞിട്ട് തന്നെ 60 വർഷത്തോളമായി. ഇതുവരെ ഇപ്പോൾ ഇതിലേക്കൊന്നും പാർട്ടിക്കാർ പല പാർട്ടിക്കാരും വരുന്നുണ്ട്. എല്ലാം വരുന്നുണ്ട്. വോട്ട് ചെയ്യിക്കാൻ വരുന്ന ഇലക്ഷൻ സമയത്ത് വരുന്നുണ്ട്. ശരിയാക്കി തരാം പറഞ്ഞു. ഒന്നും ശരിയാക്കി തരുന്നു, ഒന്നും ചെയ്യുന്നു. വീടിനകത്തുണ്ടായിരുന്ന അടുക്കള സാധനങ്ങൾ മറ്റു ഉപകരണങ്ങളും നശിച്ചു. കിടപ്പാടം തകർന്നതോടെ അന്തിയുറങ്ങാൻ സഹോദരന്റെ വീട്ടിലാണ് കുടുംബം അഭയം തേടിയത്. അകലൂർ ലക്ഷ്യം വീട് കോളനിയിലെ മുഴുവൻ വീടുകളും ചോർന്നൊലിക്കുന്ന അവസ്ഥയാണ്. എല്ലാ വീടുകളും ഇങ്ങനെ തന്നെയാണ്. ഒക്കെ വീഴാനേ അയക്കണ്. ഇന്നലെയാണ് ഈ വീട് വീണത്. ഇതുവരെ പഞ്ചായത്തിൽ നിന്നോ ഒരു ഗവൺമെന്റിനോ ഒരു അനുകൂല്യം ഒരു പേർക്കും കിട്ടിയിട്ടില്ല. എല്ലാ വീടുകളും വീഴാനായിട്ട് നിൽക്കുന്ന എല്ലാവരും അവസ്ഥ ഇത് തന്നെയാണ്. പല വീടുകളും നിലം പൊത്താറായ അവസ്ഥയിലുമാണ്. പലരും ഭീതിയിലാണ് ഇവിടങ്ങളിൽ അന്തിയുറങ്ങുന്നത്. നാളിതുവരെ വീട് നവീകരിക്കാൻ അധികാരികളിൽ നിന്നും ഒരു നടപടിയും ഉണ്ടായിട്ടില്ലെന്ന് വീട്ടുകാർ പറഞ്ഞു. വീട് നവീകരിച്ച് നൽകണമെന്നാണ് ലക്ഷ്യം വീടിലെ കുടുംബാംഗങ്ങളുടെ ആവശ്യം. സംഭവം അറിഞ്ഞ പൊതുപ്രവർത്തകരായ ദീപക് കൊൽക്കാട്ടിൽ, കബീർ എന്നിവരും സ്ഥലം സന്ദർശിച്ചു. പറയാൻ പറ്റില്ല, അത്രയും ദയനീയ അവസ്ഥയാണ് ഇവിടുത്തെ ഓരോ വീടുകളുടെ അവസ്ഥ. 24 വീട്ടിൽ 23 വീട് മാത്രം ചെറിയൊരു മാറ്റം വെച്ചിട്ടുണ്ട്. എല്ലാം അങ്ങനെ തന്നെ, എല്ലാ വീടും മൺകട്ട ചുമരാണ്. ഈ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ചെറിയ ആനുകൂല്യം ഇവർക്ക് കിട്ടുകയാണെങ്കിൽ ഏറ്റവും നല്ലൊരു ഉപകാരമായി മാറി. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. തൃശൂർ പുന്നയൂർക്കുളം ചെമ്മന്നൂരിൽ റോഡിൽ രക്തം കണ്ടത് പരിഭ്രാന്തി പരത്തി. രക്തസാമ്പിൾ ശേഖരിച്ച് കൂടുതൽ പരിശോധന നടത്തുമെന്ന് പോലീസ് അറിയിച്ചു. രാവിലെ നടക്കാനിറങ്ങിയവരാണ് വടക്കേക്കുന്നത്ത് റോഡിൽ രക്തം പരന്നു കിടക്കുന്നത് കണ്ടത്. ഇവർ വിവരമറിയിച്ചതിനെ തുടർന്ന് വടക്കേക്കാട് പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. രാത്രിയിൽ അസാധാരണമായ യാതൊരു ശബ്ദവും കേട്ടിരുന്നില്ലെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. അതേസമയം രക്തം കണ്ടെത്തിയ റോഡിന് സമീപം പോലീസ് നടത്തിയ പരിശോധനയിൽ അസ്വാഭാവികമായി ഒന്നും കണ്ടെത്താനായില്ല. എന്നാൽ രക്തസാമ്പിൾ ശേഖരിച്ചതായും കൂടുതൽ പരിശോധന നടത്തുമെന്നും പോലീസ് അറിയിച്ചു. റോഡിൽ രക്തം കണ്ടത് പ്രദേശത്ത് ആശങ്കയ്ക്കിടയാക്കിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. തിരുവിലാമല ചിക്കൻ സെന്റർ മോഷണം. ബംഗാൾ സ്വദേശിയായ പ്രതി പിടിയിൽ. ബംഗാൾ ഹുഗ്ലി സ്വദേശിയായ 24 വയസ്സുള്ള സുദൻ ഹസ്രയെയാണ് പഴയന്നൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. സ്ഥാപനത്തിലെ CCTV ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ
പഴയന്നൂർ പോലീസ് സ്റ്റേഷനിലെ SI മണികണ്ഠൻ, ASIമാരായ സതീഷ് കുമാർ, അനിൽകുമാർ, ലിപ്സൺ, ഹോംഗാർഡ് നാരായണസ്വാമി എന്നിവരുടെ നേതൃത്വത്തിലാണ് ചിക്കൻ സെന്ററിന് സമീപത്തെ സ്വകാര്യ ലോഡ്ജിൽ നിന്നും പ്രതിയെ പിടികൂടിയത്. സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. തിരുവല്ലോമല ടൗണിലെ ചിക്കൻ സെന്ററിൽ നിന്നും ശനിയാഴ്ച രാത്രി 11:30യോടെയാണ് പ്രതി മോഷണം നടത്തി 22,000 രൂപയോളം കവർന്നത്. CCTV ദൃശ്യങ്ങളിൽ പ്രതിയെ തിരിച്ചറിയാൻ സാധിച്ചതാണ് കേസിൽ നിർണായകമായത്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. വാണിയംകുളം ഗ്രാമപഞ്ചായത്ത് ഭിന്നശേഷിക്കാർക്ക് സഹായ ഉപകരണങ്ങൾ വിതരണം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് K. ഗംഗാധരൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു. ജൂൺ മാസം 6-ാം തീയതിയാണ് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം മാറിയത്. അതിനുശേഷം ഈ ഉപകരണങ്ങൾ ഇവിടെ സൂക്ഷിച്ചു വെക്കുന്നത് ശരിയല്ല. വളരെ വേഗത്തിൽ അത് വിതരണം ചെയ്യാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണം എന്ന് പുതിയ ചുമതലയേറ്റ ICDS സൂപ്പർവൈസറോട് ആവശ്യപ്പെടുകയും അപ്പോഴാണ് അതിലേക്ക് നമ്മളെ കോർപ്പറേഷൻ കുറച്ച് ഉപകരണങ്ങളും കൂടി വിതരണം ചെയ്യാൻ ബാക്കിയുണ്ടാകും. അത് എന്നൊക്കെ കിട്ടും എന്നതിനെ സംബന്ധിച്ച് അവരുമായിട്ട് ബന്ധപ്പെട്ട് 25-ാം തീയതി ആ ഉപകരണങ്ങളും കൂടി ഇന്ന് എത്തിക്കാം എന്ന് അവര് ഉറപ്പ് നൽകിയതിൻ്റെയും കൂടി അടിസ്ഥാനത്തിലാണ്. ചടങ്ങിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് P. ശ്രീലത അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗം EP. രഞ്ജിത്ത്, സെക്രട്ടറി AK. വിനോദ്, അസിസ്റ്റന്റ് സെക്രട്ടറി R. ബിന്ദു, ICDS സൂപ്പർവൈസർമാരായ ഡോക്ടർ OMS ബയാന, ഡോക്ടർ M. ജസ്ന എന്നിവർ സംസാരിച്ചു. 5 ലക്ഷം രൂപ ചെലവഴിച്ച് 26 പേർക്ക് ആവശ്യമായ 77 ഉപകരണങ്ങളാണ് വിതരണം ചെയ്തത്. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. പാഞ്ഞാൽ ഗ്രാമപഞ്ചായത്തിൽ നിർമ്മാണം പൂർത്തീകരിച്ച 3 ഗ്രാമീണ റോഡുകളുടെ ഉദ്ഘാടനം നടന്നു. പഞ്ചായത്ത് ഫണ്ടിൽ നിന്നും 30 ലക്ഷം രൂപ വകയിരുത്തി 2-ാം വാർഡിൽ നിർമ്മിച്ച റോഡുകളുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തങ്കമ്മ നിർവഹിച്ചു. പുളിഞ്ചോട് കുന്നത്ത് റോഡ്, കോരന്തൊടി കനാൽ റോഡ്, കരിയർക്കോട് പാടശേഖരം റോഡ് തുടങ്ങി പുതിയ 3 റോഡുകളുടെ ഉദ്ഘാടനമാണ് നടന്നത്. പരിപാടിയിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കൃഷ്ണൻകുട്ടി അധ്യക്ഷനായി. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ AK. ഉണ്ണികൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി. തൊഴിലുറപ്പ് AE മുഹമ്മദ് റാഫി, ഓവർസിയർ ഷീബ തുടങ്ങിയവർ സംസാരിച്ചു. വാർഡ് മെമ്പർ സന്ദീപ് കൊന്നനാത്ത് സ്വാഗതവും CDS മെമ്പർ ജയശ്രീ ബാലൻ നന്ദിയും പറഞ്ഞു. കഴിഞ്ഞ 3 വർഷം കൊണ്ട് 8 പുതിയ റോഡുകളാണ് 60 ലക്ഷം രൂപയോളം ചിലവഴിച്ച് വാർഡ് പരിധിയിൽ പുതുതായി നിർമ്മിച്ചത്. വരും വർഷങ്ങളിലും ഗ്രാമീണ റോഡുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടരുമെന്ന് വാർഡ് മെമ്പർ സന്ദീപ് കൊന്നനാത്ത് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. CPM ഷൊർണൂർ ലോക്കൽ കമ്മിറ്റി PP കൃഷ്ണൻ അനുസ്മരണം സംഘടിപ്പിച്ചു. CPM പാലക്കാട് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം S. അജയകുമാർ അനുസ്മരണം ഉദ്ഘാടനം ചെയ്തു. വളരെ മഹത്വമാണ്. പക്ഷേ നാം പറയുന്ന കാര്യങ്ങൾ നാട്ടിലെ ജനങ്ങൾക്ക് പലപ്പോഴും ബോധ്യപ്പെടാറില്ല. അനുസ്മരണ യോഗത്തിൽ M. നാരായണൻ അധ്യക്ഷത വഹിച്ചു. CPM ഏരിയ സെക്രട്ടറി S. കൃഷ്ണദാസ്, ജില്ലാ കമ്മിറ്റി അംഗം MR. മുരളി, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ MK. ജയപ്രകാശ്, M. സുരേന്ദ്രൻ, ലോക്കൽ സെക്രട്ടറി ND. ദിൻഷാദ്, RG. പിള്ള എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പട്ടാമ്പി സർക്കാർ സംസ്കൃത കോളേജിൽ ഗർഭാശയ ക്യാൻസർ പ്രതിരോധ ബോധവൽക്കരണ ക്യാമ്പ് സംഘടിപ്പിച്ചു. കെയർ ആൻഡ് സേഫിന്റെയും കോളേജിലെ NSS യൂണിറ്റിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. നിലവിൽ സ്ത്രീകൾക്കിടയിൽ ഗർഭാശയ ക്യാൻസർ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ക്യാൻസറിനെക്കുറിച്ച് കൃത്യമായ അവബോധവും മാർഗനിർദ്ദേശങ്ങളും നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. ക്യാമ്പിൽ കെയർ ആൻഡ് സേഫ് CEO ശങ്കർ അയ്യർ വിഷയാവതരണം നടത്തി. ചടങ്ങിൽ NSS പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ അരുൺ മോഹൻ അധ്യക്ഷനായി. NSS വളണ്ടിയർ അനഘ സ്വാഗതം ആശംസിച്ച പരിപാടിയിൽ നൈന ഫെബിൻ നന്ദി അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. വാണിയംകുളം സർവീസ് സഹകരണ ബാങ്ക് അനുമോദന സദസ്സ് നടത്തി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K. ഗംഗാധരൻ ഉദ്ഘാടനം ചെയ്തു. വാണിയംകുളം സർവീസ് സഹകരണ ബാങ്കിലെ മെമ്പർമാരുടെ മക്കളിൽ SSLC, +2, VHSC പരീക്ഷകളിൽ എല്ലാ വിഷയത്തിലും A+ നേടിയ വിദ്യാർത്ഥികളെയാണ് അനുമോദിച്ചത്. പഞ്ചായത്ത് പ്രസിഡന്റ് K. ഗംഗാധരൻ അനുമോദന സദസ്സ് ഉദ്ഘാടനം ചെയ്തു. 90 മുതൽ നമ്മുടെ രാജ്യത്ത് ആരംഭിച്ചതാണ്. എന്നാൽ കേരളം അതിനോടൊക്കെ പൊരുതി
ഇവിടെ വിദ്യാഭ്യാസം പൊതുമേഖലയിൽ വേണം, ആരോഗ്യം പൊതുമേഖലയിൽ വേണം, കുട്ടികൾക്ക് കൊടുക്കുന്ന ഭക്ഷണം പൊതുമേഖലയിൽ വേണം എന്നൊക്കെ പറഞ്ഞ് ശക്തമായ പൊതുവിദ്യാഭ്യാസ സംരക്ഷണത്തിന് വേണ്ടി നമ്മുടെ സംസ്ഥാനത്ത് ഒരു സമിതിയെ പ്രവർത്തിക്കുക. ബാങ്ക് പ്രസിഡന്റ് കെ ഭാസ്കരൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ NP കോമളം, സഹകരണ വകുപ്പ് അസിസ്റ്റന്റ് രജിസ്ട്രാർ C വിമല, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ C സൂരജ്, പഞ്ചായത്ത് അംഗം V സിന്ധു, KCEU സംസ്ഥാന വൈസ് പ്രസിഡന്റ് M ഗോപാലകൃഷ്ണൻ, കൂനത്തറ GVHSS പ്രധാന അധ്യാപിക നിർമ്മല, ബാങ്ക് സെക്രട്ടറി V സുധ, ഡയറക്ടർ K അനിൽകുമാർ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. പ്രധാന വാർത്തകൾ വീണ്ടും. +1 സീറ്റ് പ്രതിസന്ധിയിൽ സമരം ശക്തമാക്കി KSU. സംസ്ഥാന വ്യാപകമായ വിദ്യാഭ്യാസ ബന്ദ്. തൃശൂർ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിലേക്ക് KSU നടത്തിയ മാർച്ചിൽ നേരിയ സംഘർഷം. ഓഫീസിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. ഷൊർണൂരിൽ വീണ്ടും കുടിവെള്ളം മുട്ടിച്ച് വാട്ടർ അതോറിറ്റി. പെരുമഴയത്ത് വീണ്ടും അറ്റകുറ്റപ്പണി. രൂക്ഷ വിമർശനവുമായി നഗരസഭാ ചെയർമാനും വിവിധ രാഷ്ട്രീയ പാർട്ടികളും. ജനങ്ങളുടെ ക്ഷമ പരീക്ഷിക്കരുതെന്ന് ഉദ്യോഗസ്ഥർക്ക് മുന്നറിയിപ്പ്. തൃശൂർ പുന്നയൂർക്കുളത്ത് റോഡിൽ രക്തം പരന്നു കിടക്കുന്നത് പരിഭ്രാന്തി പരത്തി. വടക്കേക്കുന്നത്ത് റോഡിൽ രക്തം കണ്ടത് രാവിലെ നടക്കാനിറങ്ങിയവർ. രക്തസാമ്പിൾ ശേഖരിച്ചതായും കൂടുതൽ പരിശോധന നടത്തുമെന്നും പോലീസ്. പ്രാഥമിക പരിശോധനയിൽ സമീപത്ത് അസ്വാഭാവികമായി ഒന്നും കണ്ടെത്താനായില്ല. തിരുവല്ലുവമല ചിക്കൻ സെന്റർ മോഷണം. ബംഗാൾ സ്വദേശി അറസ്റ്റിൽ. പയ്യന്നൂർ പോലീസിന്റെ പിടിയിലായത് ബംഗാൾ ഹുഗ്ലി സ്വദേശി 24 വയസ്സുള്ള സുദൻ ഹസ്ര. കനത്ത മഴ തുടരുന്നു. ലക്കിടി അകലൂരിൽ 8 അംഗ കുടുംബം താമസിക്കുന്ന വീട് പൂർണ്ണമായും തകർന്നു. വീട് നിലം പൊത്തിയത് ഇന്ന് പുലർച്ചെ. കുടുംബം രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.